നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു നന്ദിനി ചാനൽ. ആ ആരാ ഇത്? രാജേഷോ? കേറി വാടാ. നീ എന്താ ലേറ്റായേ? സുഹൃത്ത് രാജേഷ് വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നത് കണ്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങിച്ചെന്നു അനിൽ. നല്ല മഴയല്ലേ അളിയാ, റോഡ് ഫുൾ ബ്ലോക്കാടാ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അനിലിനോടൊപ്പം രാജേഷ് വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അനിലിന്റെ ഭാര്യ ബിന്ദു ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് മുൻവശത്തേക്ക് എത്തി. ആഹാ, രാജേഷേട്ടൻ എത്തിയോ? ഇവിടെ ഒരാള് ചങ്കിനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അവർ രണ്ടാളും പുഞ്ചിരിച്ചു. അത് പിന്നെ ചങ്ക് തന്നെ. ഇവൻ ഗൾഫിലാണേലും കോളേജ് ലൈഫ് കഴിഞ്ഞ പിന്നെ ഇപ്പോഴും പഴയ പോലെ കോണ്ടാക്ട് ഉള്ളത് ഇവനോട് മാത്രമാ. രാജേഷാണ് മറുപടി പറഞ്ഞത്. നിനക്ക് എന്നോട് മാത്രമല്ലല്ലോടാ, ഇവളോടും നല്ല കോണ്ടാക്ട് അല്ലേ? പെട്ടെന്നുള്ള അനിലിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം രാജേഷിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അതെന്താളിയാ അങ്ങനൊരു പറച്ചില്? താൻ പറഞ്ഞത് രാജേഷ് ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കിയതെന്നറിയവേ പൊട്ടിച്ചിരിച്ചുപോയി അനിൽ. എടാ, വേറെ ഒരു അർത്ഥത്തിലുമല്ല. നിനക്ക് ബിന്ദുവുമായി നല്ല പരിചയമുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തന്റെ മറുപടി വ്യാഖ്യാനിച്ചു അനില്. എന്റെ പൊന്നല്ലേട്ടാ, ഇങ്ങനെയുള്ള ദയാർത്ഥ മറുപടികളൊന്നും പറയല്ലേ. ഒരു നിമിഷം കേട്ടിട്ട് ഞാനും ഞെട്ടിപ്പോയി. ഇതെന്തായി പറയുന്നതെന്ന് ഓർത്തിട്ട്. ബിന്ദുവും ചെറിയ നീരസത്തോടെയാണ് അത് പറഞ്ഞത്. അയ്യോ പൊന്നെ, രണ്ടാളും ഒന്ന് ക്ഷമിക്ക്, ഒരു നാക്കുപിഴ പറ്റിപ്പോയി. രണ്ടാളെയും നോക്കി കൈകൂപ്പിക്കൊണ്ട് അനിലത് പറയുമ്പോൾ ഒരു കൂട്ടച്ചിരിയിൽ ആ സംസാരം അവസാനിച്ചു. ആ എടാ, അതൊക്കെ പോട്ടെ, അമ്മയൊന്നും ഇല്ല ഇവിടെ? കാണാനില്ലല്ലോ. ഇല്ലടാ, അമ്മയും അച്ഛനും കൂടി ഒരു യാത്ര പോയേക്കുവാ. ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് 5 ദിവസത്തെ ഒരു തീർത്ഥാടന യാത്ര ഒരു ബസ്സിൽ. കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അകത്തേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് രാജേഷ് ചോദിക്കവേ ബിന്ദുവാണ് മറുപടി പറഞ്ഞത്. ആ അത് പോട്ടെ, എന്തിനാ നീ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? രാജേഷ് പതിയെ തിരിഞ്ഞ് അനിലിനെ നോക്കി. അതോടെ അവന്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. ശേഷം അനിൽ പതിയെ ബിന്ദുവിനെ ഒന്ന് നോക്കി. എന്താണ് കാര്യം എന്നറിയാതെ അവളും സംശയിച്ചു നോക്കുകയായിരുന്നു. എടാ രാജേഷ്, നിനക്ക് എത്ര നാളായി ഈ ബിന്ദുവിനെ അറിയാം? ആ ചോദ്യം രാജേഷിനെ അതിശയിപ്പിച്ചു. എന്താടാ പെട്ടെന്നിങ്ങനെ ഒരു ചോദ്യം? ബിന്ദുവും അതിശയത്തോടെ തന്നെ നോക്കി നിന്നു. അതല്ലടാ, നീ പറയ്. അനിൽ തന്റെ ചോദ്യത്തിൽ തന്നെ വീണ്ടും ഉറച്ചു നിന്നു. ആഹാ, ഡാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ നീ തന്നെയല്ലേ ബിന്ദുവിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്? രാജേഷിന്റെ മറുപടി കേട്ട് അനിൽ പതിയെ എഴുന്നേറ്റ് ബിന്ദുവിനരികിൽ ചെന്നു. എടാ, ഞാനൊരു പ്രവാസിയാണ്. ഞാൻ നാട്ടിലില്ലാത്ത സമയങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഉള്ള സുഹൃത്തെന്ന നിലയിൽ ആദ്യം വിളിക്കുക നിന്നെയാണ്. അത് ഇതുവരെയും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു കാര്യം ഞാൻ ഓപ്പണായി പറയാം, നീ അത് കേൾക്കണം. അത്രയും പറഞ്ഞു നിർത്തി പതിയെ ബിന്ദുവിനെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി വീണ്ടും അനിൽ തുടർന്നു. ഇവള് PSC കോച്ചിങ്ങിന് എന്നും പറഞ്ഞ് ഇവിടുന്ന് എന്നും പോയിട്ട് പലപ്പോഴും നിങ്ങൾ തമ്മിൽ കാണുന്നതും പലയിടങ്ങളിൽ ഒരുമിച്ച് തങ്ങുന്നതും ഞാൻ അറിഞ്ഞു. ആ വാക്കുകൾ കേട്ട് രാജേഷും ബിന്ദുവും ഒരുപോലെ നടുങ്ങിപ്പോയി. അനിലേ, നീ എന്താടായി പറയുന്നേ? ആ നിമിഷം രാജേഷിന്റെ വാക്കുകൾ വിറച്ചിരുന്നു. തന്റെ പിടിയിൽ നിന്നും ഞെട്ടലോടെ കുതറിയ ബിന്ദുവിനെ ബലമായി പിടിച്ച് ചേർത്ത് നിർത്തി അനിൽ. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. ഇത്രയും നാളും ഞാൻ അറിയാതെ പല ഹോട്ടൽ മുറികളിലും നിങ്ങൾ ഒളിച്ചും പാത്തും പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നിപ്പോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ആയിക്കൂ. ഞാൻ കുറച്ചു നേരം മാറിയിരുന്ന് തരാം. ഇത്തവണ ആകെ വിളറി വെളുത്ത് ചാടി എഴുന്നേറ്റ് പോയി രാജേഷ്. ആ സമയം അനിലിന്റെ പിടിയിൽ നിന്നും ബലമായി തന്നെ കുതറി മാറി ബിന്ദു. ബിന്ദുവാ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ബിന്ദുവിന്റെ ചോദ്യത്തിന് അനിൽ മറുപടി പറഞ്ഞില്ല. നേരെ അവൻ പതറി നിൽക്കുന്ന രാജേഷിന് മുഖാമുഖം ചെന്ന് നിന്നു. എടാ, നീ ടെൻഷനൊന്നും ആകണ്ട. ഇവിടാകുമ്പോ ഇപ്പോ ആരുമില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക. എന്റെ സമ്മതത്തോടെ തന്നെ എന്റെ ഭാര്യയുടെ കൂടെ കിടക്കാവോ നിനക്ക്? ആ ചോദ്യം തന്റെ കാതുകളിൽ തുളഞ്ഞു കയറുന്നത് പോലെയാണ് രാജേഷിന് അനുഭവപ്പെട്ടത്. കള്ളി വെളിച്ചത്തായി എന്ന് മനസ്സിലാക്കവേ മറുപടിയില്ലാതെ അടിമുടി വിറച്ചുപോയി അവൻ. എന്നാൽ കീഴടങ്ങുവാൻ തയ്യാറല്ലായിരുന്നു ബിന്ദു. ചേട്ടൻ എന്ത് വൃത്തികേടൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനൊക്കെ സംസാരിക്കാൻ? തന്റെ വാക്കുകളിലൂടെ വലിയൊരു ചെറുത്തുനിൽപ്പിനായി ശ്രമം തുടങ്ങിയിരുന്നു അവൾ.
എന്നാൽ ചെവിക്കല്ല് നോക്കി ഒരടിയായിരുന്നു അനിലിന്റെ മറുപടി. അടിയേറ്റ് അടിയേറ്റ് പിന്നിലേക്ക് വെച്ചുപോയ ബിന്ദു ചുമരിൽ തട്ടി നിന്നു. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. ആകെ മൊത്തത്തിൽ ഒരു മരവിപ്പ്. ഈ സമയം ഇറങ്ങിയോടിയാലോ എന്ന ചിന്തയിലായിരുന്നു രാജേഷിന്. നിങ്ങൾ പെണ്ണുങ്ങൾക്കേ ഒരു സ്വഭാവമുണ്ട്. പണി പാളിയെന്നറിഞ്ഞാലും വീണെടുത്ത് കിടന്നുരുളും. പക്ഷേ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല കേട്ടോ. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ പിന്നെ അവൻ സൈലന്റ് ആയിരിക്കും. താണ്ടെ രാജേഷിനെ പോലെ. തിരിഞ്ഞു നോക്കുമ്പോൾ രാജേഷ് അടിമുടി നിന്ന് വിയർക്കുന്നതാണ് അനിൽ കണ്ടത്. അയ്യോ, നീ എന്താടാ ഈ തണുത്ത കാലാവസ്ഥയിൽ നല്ലപോലെ വിയർക്കുന്നുണ്ടല്ലോ. വാ വാ വന്നിരിക്കും രണ്ടാളും. ബലമായി രണ്ടുപേരെയും പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി അവർക്ക് അഭിമുഖമായി മുന്നിലെ കസേരയിലിരുന്നു അനിൽ. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള കഥകളൊന്നും കേൾക്കണ്ട എനിക്ക്. വ്യക്തമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. നീ ഇവളെയും കൊണ്ട് കറങ്ങുന്നത് നേരിൽ കണ്ടത് വേറെ ആരുമല്ല, അതെന്റെ അച്ഛൻ തന്നെയാണ്. ആ മനുഷ്യൻ പിന്നീട് വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് അങ്ങേരെന്നെ വിളിച്ചു പറഞ്ഞത്. ഒക്കെയും അറിഞ്ഞു തന്നെയാണ് ഇപ്പോ പെട്ടെന്ന് ഞാൻ ലീവിന് കയറി വന്നത്. അനിലിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും രാജേഷിനും ബിന്ദുവിനും വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത്. അനിലേ, പറ്റിപ്പോയത്. നീ ക്ഷമിക്കണം. ആകെ പതറിപ്പോയി രാജേഷ്. ഓപ്പണായി അവൻ കുറ്റസമ്മതം നടത്തവേ പിന്നെ ബിന്ദുവിനും സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ചേട്ടൻ ക്ഷമിക്കണം. എനിക്കൊരു തെറ്റു പറ്റിപ്പോയി. ഇനി മേലിൽ ആവർത്തിക്കില്ല. നിറമിഴികളോടെ ദയനീയമായി അവൾ നോക്കവേ അനിൽ പുഞ്ചിരിച്ചു. ക്ഷമിക്കാനോ? ഞാനോ? ഓ, അതൊന്നും ഒരു കാലത്തും നടക്കില്ല മോളെ. പിന്നെ വേണേൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഫേവർ ചെയ്തു തരാം ഞാൻ. ആ മറുപടി കേട്ട് ഒരുപോലെ പ്രതീക്ഷയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി രാജേഷും ബിന്ദുവും. വേറൊന്നുമല്ല, പിന്നെ വലിയ ബഹളത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. രണ്ടാളും ഒളിച്ചും പത്തും കുറെ കൂട്ടുകൂടിയതല്ലേ. ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞു തന്നെ അങ്ങ് ഒന്നായിക്കൂ. ഞാൻ അങ്ങ് മാറി തന്നേക്കാം. ഒരു ഞെട്ടലായിരുന്നു ആ വാക്കുകൾ രാജേഷിലും ബിന്ദുവിലും ഉളവാക്കിയത്. ചേട്ടാ പ്ലീസ് ചേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ചേട്ടാ ഒന്ന് ക്ഷമിക്ക്, ഒരു വട്ടം. കെഞ്ചിക്കരഞ്ഞു ബിന്ദു. അനിലേ, അബദ്ധം പറ്റിപ്പോയതാ. ഇനി മേലിൽ ആവർത്തിക്കില്ലടാ പ്ലീസ്. രാജേഷും പരമാവധി അപേക്ഷിച്ചു. എന്നാൽ അനിലിനാണെങ്കിൽ ഒരു കുലുക്കവും ഉണ്ടായില്ല. വിശ്വാസവഞ്ചനയ്ക്ക് ഒരു ക്ഷമയുമില്ല രാജേഷേ. നിനക്കറിയുമോടാ, ഈ വിവരങ്ങൾ കേട്ടപ്പോ എന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്റെ ഉള്ളിൽ എത്രത്തോളം വിഷമമുണ്ടായി കാണുമെന്ന് ചിന്തിച്ചോ നിങ്ങൾ രണ്ടുപേരും? 1 മാസത്തിൽ കൂടുതലായി ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട്. ഈ 1 മാസം കൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇപ്പോൾ എനിക്കിതൊരു വിഷയമല്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ബിന്ദുവിന് രാജേഷിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം. ഞാൻ അതിന് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. പ്ലീസ് ചേട്ടാ പ്ലീസ്. വീണ്ടും ഒരിക്കൽ കൂടി കെഞ്ചി ബിന്ദു. അപ്പോഴും അനിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. കെട്ടുകഴിഞ്ഞ് വർഷം 2 കുട്ടികളായില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു മുമ്പേ വരെ എനിക്ക്. പക്ഷേ ഇപ്പോ തോന്നുന്നു അത് നന്നായെന്ന്. ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നേൽ ഇപ്പോൾ അതിന്റെ കാര്യം വലിയ കഷ്ടത്തിലായേനെ. അത്രയും പറഞ്ഞ് എണീറ്റു അവൻ. രാജേഷേ, എന്നാൽ നീ വിട്ടോടാ. നിന്നോടൊന്നും ഇനി എനിക്ക് പറയാനില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനപ്പുറം ഒരു സഹോദരനെ പോലെ ആയിരുന്നു നീ എനിക്ക്. പക്ഷേ വേണ്ട, കൂടുതൽ സംസാരിച്ചാൽ ബോറാകും. പൊയ്ക്കോ നീ. പറഞ്ഞു നിർത്തുമ്പോൾ അനിലിന്റെ ശബ്ദമിടറി. അനിലെ. ഒരിക്കൽ കൂടി ദയനീയമായി അവനെ നോക്കി രാജേഷ്. എന്നാൽ ആ സമയം അനിലിന്റെ മിഴികൾ കുറുകി. ഇറങ്ങിപ്പോടാ. ഇനി നിന്നെ കൂടുതൽ സമയം കണ്ടാൽ ഒരുപക്ഷെ എന്റെ സമനില തെറ്റും. ബിന്ദുവിനും പെട്ടി പാക്ക് ചെയ്യാം. നിന്റെ അച്ഛനോട് ആൾറെഡി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ അവരിപ്പോഴിങ്ങെത്തും. അത്രയും പറഞ്ഞു മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് പോയി അനിൽ. ആകെ നിസ്സഹായരായി പരസ്പരം നോക്കി നിന്നു രാജേഷും ബിന്ദുവും. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ബിന്ദുവിന്റെ അച്ഛനും ബന്ധുക്കളും എത്തി. ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഇനി അവളെ വേണ്ട എന്ന് അനിൽ ഉറപ്പിച്ചു പറഞ്ഞതോടെ നിരാശരായി ബിന്ദുവുമൊത്തു മടങ്ങിയവർ. പോകുന്നെന്ന് മുന്നേയും പലവട്ടം ബിന്ദു അനിലിന്റെ മുന്നിൽ കെഞ്ചി. പക്ഷേ അവന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. കാരണം ആ മനസ്സിലേറ്റ മുറിവിന് അത്രത്തോളം ആഴമുണ്ടായിരുന്നു. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അതൊരു ഉറപ്പാണ്. നമുക്കൊപ്പം എന്നും ഒരാൾ ഉണ്ടാകുമെന്നുള്ള ആ ഉറപ്പ്.
ആ ഉറപ്പ് നഷ്ടമായാൽ പിന്നെ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഇവിടിപ്പോ എനിക്ക് ആ വിശ്വാസം നഷ്ടമായി. ഇനി ഒരിക്കലും നിന്നെ എന്റെ ഭാര്യയെ കാണാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ട് ബിന്ദു പൊയ്ക്കോളൂ. നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നീ സ്വയം തിരഞ്ഞെടുത്തോളൂ. അവസാനമായി പുഞ്ചിരിയോടെ അനിൽ പറഞ്ഞ ആ യാത്രാമൊഴി ബിന്ദുവിന്റെ ഉള്ളിൽ ഒരു മുൾമുനയായി പതിച്ചു. തെറ്റിലേക്ക് പോയ ആ നിമിഷത്തെ പഴിച്ചുകൊണ്ട് അവൾ അച്ഛനോടൊപ്പം വീട്ടിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് ശാന്തമായപ്പോൾ അനിലിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ മാത്രം അവശേഷിച്ചു. മാറാൻ ഇനി കുറച്ചുനാൾ സമയമെടുക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെ ആ വിങ്ങലിനെ അപ്പോൾ മുതൽ അവൻ സ്നേഹിച്ചു തുടങ്ങി.